നമസ്കാരം. നാളെ ഓഗസ്റ്റ് മാസം 16-ാം തീയതിയാണ്, ശനിയാഴ്ച ദിവസം. നാളത്തെ ദിവസം 15 നക്ഷത്രക്കാരായ ആളുകൾക്ക് വളരെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദിനമാണ്. വളരെ വലിയ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിയും, സാമ്പത്തികമായ ഒരു മാറ്റം വന്നു ചേരും. ചില സുഹൃത്തുക്കളുടെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള അവരുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതിന് കാരണമാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ 15 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിനം, അതായത് ശനിയാഴ്ച ദിവസം. ആ 15 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും നാളത്തെ ദിവസം ശുഭകരമായ ഫലങ്ങൾ അവർക്ക് ലഭിക്കുന്നതിന് ചെയ്യേണ്ടതായ ചില പരിഹാരങ്ങൾ കൂടിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ 15 നക്ഷത്രക്കാരിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് ദിവസഫലമാണ്. ഓരോ ദിവസവും വളരെയധികം ശുഭകരവും അതേപോലെ അശുഭകരവുമായ ഫലങ്ങൾ ഏത് മനുഷ്യനും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അശുഭകരമായ ഫലത്തെ പോലും ശുഭകരമായ ഫലമാക്കി മാറ്റാൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് സാധിക്കുമെന്നതാണ് ഏവരും ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാളത്തെ ദിവസം അല്പം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുള്ള ആളുകൾ, നിങ്ങൾ രാവിലെ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നേയും ക്ഷേത്ര ദർശനം നടത്തുകയും, അതല്ല ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൃഹത്തിൽ തന്നെ പൂജാമുറി ഉണ്ടാകുമല്ലോ, ഏത് വീട്ടിലും പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച് ചന്ദനം, ഭസ്മം, സിന്ദൂരം, അത് എന്തെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ പൂജാമുറിയിൽ ഉണ്ടാകും. അത് സംശയം വേണ്ട, ഏത് പൂജാമുറിയിലും കാണും. ഒന്നും അല്ലെങ്കിൽ ഭസ്മം എങ്കിലും ഏവരും സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അത് അല്പം എടുത്ത് നെറ്റിയിൽ അണിയുക. അണിഞ്ഞതിന് ശേഷം പുറത്തേക്ക് പോകാനൊക്കെ ശ്രമിക്കുക. ആ ഒരു ദിവസം എന്തൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും കണ്ണിൽ തട്ടാനുള്ളത് പുരികത്തെ തട്ടി മാറിപ്പോകും. അതാണ് ഈശ്വരാധീനം എന്ന് പറയുന്നത്. അതാണ് അല്ലെങ്കിൽ ഈ ദൈവികതയുടെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഫലം എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. എത്ര വലിയ ദുരിതങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും പ്രാർത്ഥനകൾ കൊണ്ട് മാറ്റാത്തതായ അല്ലെങ്കിൽ മാറാത്തതായ ദുരിതങ്ങളൊന്നും തന്നെ ഈ ഭൂമിയിൽ ഇല്ല എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഇടവം രാശിക്കാരായ ആളുകൾക്ക്, അതായത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, നിങ്ങൾ അതിന് മരുന്ന് കഴിക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നാളത്തെ ദിവസം അത് കൈയോടെ ഡോക്ടറെ പോയി സമീപിച്ച് മരുന്നുകൾ വാങ്ങുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറോട് പറയാൻ ശ്രമിക്കുക. ചില ആളുകളുണ്ട്, അസ്വസ്ഥതകൾ പലതുണ്ടായാലും അത് ആരുമായും പങ്കുവയ്ക്കാറില്ല, സ്വയം അത് പേറിക്കൊണ്ട് നടക്കും. അതായത് സ്വയം സഹിച്ചുകൊണ്ട് നടക്കും. ആശുപത്രി പോകാനുള്ള മടിയായിരിക്കും, കയ്യിൽ സാമ്പത്തികമായി ധനമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ കുറച്ച് ധനം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്നതായിട്ടുള്ള ആ ഒരു മരുന്ന് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സൂചി കൊണ്ടെടുക്കേണ്ടതിന് പിന്നെ തൂമ്പ കൊണ്ടെടുക്കേണ്ടി വരുന്നതായ ഒരു അവസ്ഥയിലേക്ക് മാറും. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലെങ്കിലും നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടത് ഈ ഒരു നക്ഷത്രമെന്നല്ല, ഏത് നക്ഷത്രക്കാർക്കും അത് വളരെയധികം അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇടവം രാശിക്കാരായ ആളുകൾ, ചെറിയൊരു പനിയാണെങ്കിൽ പോലും നാളത്തെ ദിവസം എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മുന്നേ ഉള്ള സമയങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരുന്നവരാണെങ്കിലും നാളത്തെ ദിവസം നിങ്ങൾ ഡോക്ടറെ സമീപിച്ച് നിന്ന് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. ചില പുതിയ ആശയങ്ങളൊക്കെ മനസ്സിൽ രൂപം കൊള്ളാനും അതുവഴി ഒരു സാമ്പത്തികമായ മാറ്റമൊക്കെ മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലും വന്നു ചേരാനുള്ള യോഗം അല്ലെങ്കിൽ അതിന് നാന്ദി കുറിക്കുന്ന ദിവസമായിരിക്കും നാളത്തെ ദിവസം. കുടുംബത്തിലെ ചില അംഗങ്ങളുടെ പെരുമാറ്റം നിമിത്തം മനസ്സിന് അല്പം വിഷമങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ഗൃഹത്തിലുള്ള ആളുകളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർ, അതായത് നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ സഹോദര തുല്യരായ ആളുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിന് വിഷമം നൽകുന്നതായ ചെറിയ ചില കാര്യങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു. സാധ്യത എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാളെ വൈകുന്നേരത്തിന് മുന്നേ തന്നെ ഗൃഹത്തിലേക്ക് ഒരു അതിഥി വന്നു ചേരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി, ഒരു അതിഥി നിങ്ങളുടെ ഗൃഹത്തിലേക്ക് നാളെ വൈകുന്നേരമാകുന്നതിന് മുന്നേ തന്നെ എത്തിച്ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം അത്ഭുതം നൽകുന്ന ഒരു അതിഥിയായിരിക്കും. കാരണം ഇദ്ദേഹം എൻ്റെ അടുത്തോട്ട് വന്നു അല്ലെങ്കിൽ ഇദ്ദേഹം പിണക്കം മാറി വന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു അതിഥിയായിരിക്കും. ആ അതിഥി വഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള ഒരു വകയും ഉണ്ടാകും, അല്ലെങ്കിൽ സന്തോഷിക്കാനും ഒരുപാട് മാനസികമായി ഒരു സമാധാനം അനുഭവിക്കുവാനുമുള്ള ഭാഗ്യം വന്നു ചേരും. നിങ്ങൾ നാളത്തെ ദിവസം ചെയ്യേണ്ടത് മത്സ്യത്തിന് ഊട്ടുക എന്നത്, അതായത് മത്സ്യത്തിന് ഭക്ഷണം, നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ മത്സ്യത്തിന് പൊരിയൊക്കെ കൊടുക്കുന്ന ഒരു പതിവുണ്ട്.
അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ അങ്ങനെ മത്സ്യത്തിന് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ആരോഗ്യ സംബന്ധമായ നിലവിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മാറുന്നതിനും നാളത്തെ ദിവസം പൂർണ്ണമായ ഒരു ഫലം ലഭിക്കുന്നതിനും, നാളത്തെ ദിവസം എന്ന് മാത്രമല്ല നിങ്ങൾ ഈ കാര്യം ഇതൊന്ന് അനുവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായ ഒരു കാര്യം തന്നെയാണ്. മത്സ്യത്തിന് ഭക്ഷണം കൊടുക്കുന്നത്, ക്ഷേത്രത്തിൽ ചെന്നാൽ കിട്ടും, പൊരി കിട്ടും. അപ്പോൾ ആ പൊരി കൊണ്ടുവന്ന് ക്ഷേത്രക്കുളത്തിൽ മത്സ്യത്തിന് കൊടുക്കാം. ചില ക്ഷേത്രങ്ങളിലൊന്നും അത് സമ്മതിക്കാറില്ല, ചില ക്ഷേത്രങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഉത്തമമായൊരു ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരായ ആളുകൾക്ക്, ബിസിനസ് ചെയ്യുന്നവർക്ക് നാളെ ലാഭത്തിൻ്റെ ദിനമാണ്. സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ വ്യാപാരികൾക്ക് വന്നു ചേരുന്നതാണ്. ശാരീരികമായൊരു മാറ്റവും നേട്ടവും ഒക്കെ വന്നു ഭവിക്കും. നിങ്ങളുടെ എല്ലാവിധ വിഷമങ്ങളും അകറ്റാനായി ഒരു സഹായി നാളെ നിങ്ങളെ തേടി എത്തുന്ന ഒരു ദിവസവുമായിരിക്കും. അത് നിങ്ങളുടെ ഇതുവരെയുള്ള പ്രാർത്ഥന, നിങ്ങളുടെ ദൈവാധീനം, നിങ്ങളുടെ ഈശ്വരാധീനത്തിൻ്റെ ഫലമായി ഒരു സഹായി നാളെ ചില സഹായ വാഗ്ദാനങ്ങളുമായി നിങ്ങളെ തേടി എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. മെച്ചപ്പെട്ട ഒരു ആരോഗ്യമൊക്കെ വന്നു ചേരുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒരു അത്ഭുത ദിനമായിരിക്കും. അതായത് വഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ശാന്തമായ ഒരു ദാമ്പത്യ ജീവിതത്തിനുള്ള ഭാഗ്യം കൂടി നാളത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നാളത്തെ ദിവസം നിങ്ങൾ പായസം ഉണ്ടാക്കി കഴിക്കുന്നത് ഉത്തമമാണ്. അതായത് ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പായസം ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഗൃഹത്തിൽ അല്പം പായസമൊക്കെ ഉണ്ടാക്കി അടുത്തുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അടുത്തുള്ള അയൽക്കാർക്കൊക്കെ വിതരണം ചെയ്യുന്നത് ഒരു ഉന്മേഷത്തോടു കൂടി ഇരിക്കാനും ജീവിതത്തിൽ ഒരു ഭാഗ്യമൊക്കെ നാളെ എന്ന് മാത്രമല്ല തുടർന്നും വന്നു ചേരുന്നതിന് സഹായിക്കുന്നതാണ്. ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്ക് ഒരുപാട് പ്രതീക്ഷയും ആഗ്രഹങ്ങളുമൊക്കെ മനസ്സിൽ പൊട്ടിമുളയ്ക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് പ്രതീക്ഷയറ്റൊരു ജീവിതമായിരുന്നു നിങ്ങളുടെ. വിചാരിക്കുന്നതൊന്നും അങ്ങോട്ട് നടക്കാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ നാളത്തെ ദിനം ഒരുപാട് പ്രതീക്ഷകൾ, വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കും നാളത്തെ ദിനം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. അല്പം ധനമൊക്കെ കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഒരു ഭാഗ്യവും കാണുന്നുണ്ട്. കൂടാതെ ചില അതിഥികളുടെ വരവും നിങ്ങൾക്ക് അല്പം സന്തോഷമൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ദിവസമാണ്. നാളത്തെ ദിവസം നിങ്ങളും ക്ഷേത്രദർശനം നടത്തേണ്ടതാണ്. പ്രത്യേകിച്ച് അടുത്തുള്ള സ്ഥലദേവൻ, അത് ദേവിയാകാം, ചിലപ്പോൾ ദേവനാകാം, നിങ്ങൾ വീടിനോട് ചേർന്ന് അടുത്ത ഉള്ള സ്ഥലദേവനെ അല്ലെങ്കിൽ ദേവിയെ പ്രാർത്ഥിക്കുന്നത് നാളത്തെ ദിവസം വളരെയധികം ഉത്തമമായ ഫലം ചെയ്യും. പങ്കാളിയോടൊപ്പം സന്തോഷമായി മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസം തന്നെയായിരിക്കും. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു ഭാഗ്യത്തിൻ്റെ ദിനമായി നിങ്ങൾക്ക് നാളത്തെ ദിവസത്തെ കരുതാവുന്നതാണ്. അത്രയ്ക്ക് ഭാഗ്യവും നേട്ടവും ഉണ്ടാകുന്നതാണ്. അടുത്തുള്ള സ്ഥലദേവനെ, അടുത്ത് വീടിനോട് ചേർന്നുള്ള ക്ഷേത്രം, ദേവനാകാം, അവിടെ ദേവിയാകാം, പ്രതിഷ്ഠ ഏതായാലും സ്ഥലദേവനെ അല്ലെങ്കിൽ ദേവിയെ പ്രാർത്ഥിക്കുക. നാളത്തെ ദിവസം അത് ഉത്തമമായ ഒരു മാറ്റത്തെ നൽകുന്നതാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്ക് രോഗമുക്തിയുടെ സമയമാണ്. എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മാനസിക വിഷമങ്ങൾ, ശാരീരിക വ്യതകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം അതിൽ നിന്ന് മാറ്റമുണ്ടാവുകയും ഏതെങ്കിലും ടെസ്റ്റുകൾ നാളത്തെ ദിവസം നടത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ രോഗത്തിൽ നിന്ന് നിങ്ങൾ മുക്തി നേടി എന്നുള്ള അറിയിപ്പ് ലഭിക്കാനൊക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട്. നാളെ വളരെയധികം അനുകൂലമായ ദിനമാണ്. ബന്ധുക്കൾക്ക് എന്തെങ്കിലും വായ്പ കൊടുക്കാനായി നാളത്തെ ദിവസം നിങ്ങൾ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ നാളത്തെ ദിനത്തിൽ നിന്ന് ഒഴിവാക്കുക. നാളെ എന്തെങ്കിലും ധനമാർക്കായ പ്രത്യേകിച്ച് ബന്ധുക്കൾക്ക് നാളത്തെ ദിവസം അത് കൊടുക്കുന്ന നിമിത്തം ഭാവിയിൽ ആ ബന്ധുവുമായി ശത്രുത വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വായ്പ കാര്യങ്ങൾ നാളത്തെ ദിവസം ബന്ധുക്കൾക്ക് എന്തെങ്കിലും ധനസഹായം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നാളത്തെ ദിവസത്തിൽ നിന്ന് അതൊന്ന് മാറ്റി അടുത്ത ദിവസത്തിലേക്ക് ആക്കുക എന്നതാണ് ഇവിടെ പറയാനുള്ളത്. അതേപോലെ വാഗ്ദാനങ്ങൾ ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പാലിക്കുക. അതായത് നമ്മൾ ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ചില വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് പാലിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. അതിൻ്റേതായ ചില ശാപങ്ങളോ അല്ലെങ്കിൽ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അത് നിറവേറ്റാതെ നിങ്ങൾ പോയിട്ടുണ്ടോ എന്നതുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക. ചിലപ്പോൾ മറന്നുപോയിട്ടുള്ള കാര്യങ്ങളാകാം. ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. നാളത്തെ ദിവസം പൊതുവെ ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്നതാണ്. സഹപ്രവർത്തകരിൽ നിന്നും, അതായത് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരിൽ നിന്നും ചില സന്തോഷ വാർത്തകൾ, ചില സഹായങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു ദിനം കൂടിയായിരിക്കും നാളത്തെ ദിവസം.
പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്കും ശക്തമായൊരു സാമ്പത്തിക മാറ്റം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് നാളത്തെ ദിനം. പണം നിരവധി വഴികളിലൂടെ കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. നാളത്തെ ദിവസം ലോട്ടറി എടുത്താലും അതിൽ നിന്ന് ഒരു ചെറിയ തുകയായാലും ഒരു സമ്മാനം വന്നു ചേരുന്നതാണ്. കഴിഞ്ഞ കാര്യങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായ പല ദുഃഖങ്ങളെയും ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങൾ. അത് ആ വിഷമങ്ങളൊക്കെ മാറി സന്തോഷിക്കാനുള്ള ധാരാളം കാര്യങ്ങൾ നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. മനസ്സിനൊരു ശാന്തിയും സമാധാനവും ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നണയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ. അപ്പോൾ നിങ്ങൾ നാളത്തെ ദിവസം ചെയ്യേണ്ടത് മുളപ്പിച്ച പയർ കിളികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് നാളത്തെ ദിവസം എന്നല്ല, തുടർന്നുള്ള ദിവസങ്ങളിലും ചെയ്താൽ ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരു ഊർജ്ജം നിങ്ങളിലേക്ക് എത്തുന്നതിന് സഹായിക്കും. മുളപ്പിച്ച പയർ കിളികൾക്ക് കൊടുക്കാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക. അത് നാളെയെന്ന് മാത്രമല്ല, തുടർന്നുള്ള സമയങ്ങളിൽ നിങ്ങളത് ചെയ്താൽ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഒരു പോസിറ്റീവ് ഊർജ്ജം വരികയും നിങ്ങൾക്ക് ആ ഗൃഹത്തിൽ അടിക്കടിയുള്ള ശാരീരിക വ്യതകളൊക്കെ മാറുന്നതിന് പക്ഷികൾക്ക് ഭക്ഷണം നൽകുക, അതായത് മുളപ്പിച്ച പയർ നൽകുന്നത് വഴി സാധ്യമാകുന്നതാണ്. അപ്പോൾ 15 നക്ഷത്രക്കാരുടെ നാളത്തെ പ്രധാനപ്പെട്ട ദിവസഫലങ്ങളും ചെയ്യേണ്ടതായ ചെറിയ പരിഹാരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത്.